ചൈനയ്ക്ക് മേൽ പകരം തീരുവ ചുമത്തുന്നത് 90 ദിവസത്തേക്ക് കൂടി മരവിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-ഉം ചൈനയും തമ്മിൽ വ്യാപാര കരാർ ധാരണയിലെത്താനായി ട്രംപ് മുന്നോട്ട് വെച്ച അന്തിമ തീയതിയായിരുന്നു ഇന്ന്. എന്നാൽ US-ചൈനീസ് അധികൃതർ തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്ന് 90 ദിവസത്തേക്ക് കൂടി പകരം തീരുവ നടപടികൾ നീട്ടിവെക്കുവാൻ ട്രംപ് തീരുമാനിക്കുകയായിരുന്നു. നവംബർ 10 വരെയാണ് സാവകാശം. ഏപ്രിലിൽ ട്രംപ് ചൈനയ്ക്ക് മേൽ 145% തീരുവ പ്രഖ്യാപിക്കുകയും ചൈന US ഉൽപ്പന്നങ്ങൾക്ക് മേൽ 125% തീരുവ ചുമത്തി തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇതിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിൻവലിഞ്ഞു. നിലവിൽ US-ലെത്തുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 30%വും ചൈനയിലെത്തുന്ന US ഉൽപ്പന്നങ്ങൾക്ക് 10%വുമാണ് തീരുവ. ഇത് നവംബർ 10 വരെ തുടരും. അതേസമയം ഇന്ത്യയോടും റഷ്യയോടും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചനയും ട്രംപ് ഇന്നലെ നൽകിയിരിക്കുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് മേൽ 50% തീരുവ പ്രഖ്യാപിച്ചത് റഷ്യയ്ക്കുള്ള കനത്ത അടിയാണെന്ന് ട്രംപ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുമായി ചർച്ചയ്ക്കില്ലെന്ന നിലപാട് ട്രംപ് ഇതുവഴി അരക്കിട്ടുറപ്പിച്ചെന്നാണ് വിലയിരുത്തൽ. ഓഗസ്റ്റ് 15-ന് പുടിനുമായി ചർച്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. പുടിൻ ട്രംപ് ചർച്ച വിജയിക്കാൻ 50-50 സാധ്യതയാണ് പൊതുവെ ഏവരും വിലയിരുത്തുന്നത്. ചർച്ച തുടങ്ങി ആദ്യ നിമിഷങ്ങളിൽ തന്നെ സമാധാനമാണോ റഷ്യയുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാനാകുമെന്ന് ട്രംപ് പറഞ്ഞതും ഇതിനോട് ചേർത്ത് പലരും ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ചൈനയും റഷ്യൻ എണ്ണ ഇപ്പോഴും വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പേരിൽ ചൈനയ്ക്കെതിരെ നടപടിക്ക് ട്രംപ് തുനിഞ്ഞിട്ടില്ല. തുർക്കി, ഫ്രാൻസ്, ബ്രസീൽ, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും നിലവിൽ റഷ്യൻ എണ്ണയുടെ ഉപഭോക്താക്കളാണ്. എന്നാൽ അവയ്ക്കെതിരെയും റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ട്രംപ് ഇതുവരെ നടപടികൾ പ്രഖ്യാപിച്ചിട്ടില്ല. വ്യാപാര കരാർ ചർച്ചയിലും ഓപ്പറേഷൻ സിന്ദൂരിലും ഇന്ത്യ ട്രംപിന്റെ അവകാശവാദങ്ങൾക്കും ആവശ്യങ്ങൾക്കും മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യാതിരുന്നതാണ് അദ്ദേഹത്തെ ഇന്ത്യക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ. കൂടാതെ താരിഫിലൂടെ ഇന്ത്യയെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിർത്താൻ സാധിക്കുമെന്ന ട്രംപിന്റെ അതിമോഹത്തിന് ഇന്ത്യ എടുത്ത നിലപാട് അമേരിക്കയെ അപ്പാടെ ഞെട്ടിച്ചിരിക്കുകയാണ്. US-ലേക്കുള്ള സ്വർണം ഇറക്കുമതിക്ക് തീരുവ ഏർപ്പെടുത്തില്ലെന്ന് ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. നിലവിൽ സ്വർണത്തിന് താരിഫില്ല. എന്നാൽ സ്വർണത്തെയും ട്രംപ് ഉന്നമിട്ടേക്കുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. ഇത് വില കൂടാനും വഴിവെച്ചിരുന്നു. US-ലേക്ക് ഏറ്റവും അധികം സ്വർണം കയറ്റുമതി ചെയ്യുന്ന സ്വിറ്റ്സർലാൻഡിന് 39% തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇത് സ്വർണ്ണവിലയിൽ വൻ വർധനയ്ക്ക് വഴിയൊരുക്കുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു. ഇതോടെയാണ് താരിഫ് ഏർപ്പെടുത്തുകയില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $50 ഒറ്റയടിക്കിടിഞ്ഞ് $3,342 കൂപ്പുകുത്തി. നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത് $3,351. കേരളത്തിലും ഇന്ന് സ്വർണ്ണവിലയിൽ വൻ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ട്രംപിന്റെ താരിഫ് വസ്ത്ര ആഭരണ രംഗത്തെ ഇന്ത്യൻ നിർമ്മാതാക്കളെ കാര്യമായി ബാധിക്കുമെന്നും കമ്പനികൾ ഇന്ത്യ വിടാൻ ഒരുങ്ങുന്നുവെന്നും ഷെക്കീന ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.